ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗം പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസിനെ കുറിച്ചും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി വേറെ കുറച്ച് മെറ്റീരിയൽസും കൂടെ ഉണ്ട്. എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സ്കെയിൽ. ഇത് കർവ് സ്കെയിലാണ്. മറ്റേത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാൻ. ഇത് പാൻറ്റൊക്കെ വരയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ലേസൊക്കെ ഞാൻ വാങ്ങിച്ചതിൻ്റെ ബാക്കിയും പിന്നെ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് സിസേഴ്സ്. കത്രിക കട്ടിങ്ങിന് അത്യാവശ്യമായ സാധനമാണ്. പിന്നെ അതുപോലെ എലാസ്റ്റിക്. ഇത് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ഇതെല്ലാം ഞാൻ വാങ്ങിച്ച് വെക്കാറാണ് കയ്യിൽ. അത്യാവശ്യമാകുമ്പോൾ എപ്പോഴും ഷോപ്പിൽ പോകേണ്ട ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച് വെക്കുന്നതാണ്. പിന്നെ കുറച്ച് ലേസ് ഉണ്ട് മാക്സിക്ക് വെക്കുന്നതിന്. പിന്നെ ഇത് 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ഇത് മാസ്കിന് വെക്കുന്ന എലാസ്റ്റിക്കാണ് കേട്ടോ. ഇതും ലേസാണ്. ഇതാണ് നമ്മുടെ പൈപ്പിങ്ങിന് തുണിയിൽ വെച്ച് പിടിപ്പിക്കുന്ന ത്രെഡാണ് കേട്ടോ. 2 സൈസിലുണ്ട്. കുറച്ച് കട്ടി കൂടിയതുണ്ട്, കട്ടി കുറഞ്ഞതുണ്ട്. പിന്നെ കുറച്ച് ഷോ ബട്ടൺസ്. പിന്നെ അതാണ് കേട്ടോ സ്റ്റിച്ച് വിടുത്തുന്നത്, നമ്മുടെ തുന്നൽ വിടുത്തുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഗമ്മ്. അത് ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ്. 2 തരത്തിലുള്ള ഗമ്മ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 7000 എന്ന് കാണുന്ന ഗമ്മ് നല്ല ഒട്ടുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഹുക്ക്. ഇത് പ്രസ് ബട്ടനാണ്. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന വള്ളി കേട്ടോ. അതുപോലെ ഇത് തങ്കൂസ് നൂല്. സ്കേർട്ടിനും ഫ്രോക്കിനൊക്കെ അടിയിൽ നമ്മൾ ഒന്നുകൂടി വിരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുന്നെയാണ് അത് വെച്ചിട്ടാണ് ഇൻ്റർലോക്ക് ചെയ്യുക. പിന്നെ കുറച്ച് സിബ്, മാജിക് സിബും ഉണ്ട്. പിന്നെ 2-3 തരത്തിലുള്ള നോർമൽ സിബുകളും ഉണ്ട്. അത് ഞാൻ പല സൈസിലുള്ളതും വാങ്ങിച്ചു വെക്കും. പിന്നെ കുറച്ച് ചോക്ക്. അത് ഞാനൊരു ബോക്സ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അതുപോലെ പിന്നെ നമ്മൾ നെക്കിനൊക്കെ സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണിത്. ഇതാണ് ക്യാൻവാസ്. നെക്കിനും പിന്നെ അതുപോലെ നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനും ഒക്കെ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് കേട്ടോ ടാപ്പ്. അതിൻ്റെ ഒരു സൈഡിൽ കാണിക്കുന്നത് സെൻറ്റിമീറ്ററും ഇഞ്ചുമാണ്. ചെറിയ അക്കത്തിലുള്ള സെൻറ്റിമീറ്റർ, വലിയ അക്കത്തിൽ കാണുന്നത് ഇഞ്ചാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെന്നാണ് കേട്ടോ ഇത്. അത് എംബ്രോയ്ഡറി ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് വാഷ് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തത് പോവുകയും ചെയ്യും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ് ആം ഹോളും നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വരച്ചു കൊടുക്കാൻ പറ്റുന്ന കർവ് സ്കെയിൽ. ഇതിനാണ് കർവ് സ്കെയിൽ എന്ന് പറയുക. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ എംബ്രോയ്ഡറിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ബീഡ്സ്, ഗമ്മ്, പിന്നെ കുറച്ച് ലേസുകൾ, പിന്നെ പല ടൈപ്പിലുള്ള മണികൾ, പിന്നെ ഷുഗർ ബീഡ്സ്, ട്യൂബ് ബീഡ്സ്, എംബ്രോയ്ഡറി വെച്ച് പിടിപ്പിക്കുന്ന ഹൂപ്പ്, പിന്നെ ആങ്കർ ത്രെഡ്സ്. ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ ആങ്കർ ത്രെഡിൻ്റെ ബോക്സ് തുറക്കാം. ഇതാണ് എൻ്റെ ആങ്കർ ത്രെഡ് വെക്കുന്ന ബോക്സ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൽ ഞാൻ ആങ്കർ ത്രെഡ് മാത്രമാണ് വെക്കാറ്, അതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളും. പിന്നെ ഞാൻ ആങ്കർ ത്രെഡിൻ്റെ ഒരു സിൽക്ക് ത്രെഡ് പോലെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണത്. അതാണ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ്, ട്യൂബ് ബീഡ്സ്, പിന്നെ കുറച്ച് പേൾസ് എല്ലാം ഞാൻ ചെറിയ കുപ്പികൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലേസാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി വന്നതാണ്. ഇനിയും നമുക്ക് യൂസബിൾ ആവുന്നതാണത്. പിന്നെ തുണിയിൽ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്ന തെർമോക്കോളിൻ്റെ ബോൾസ്, പിന്നെ കുറച്ച് ബീഡ്സ്, പേൾസ്, പിന്നെ അതുപോലെ ഇത് സിൽക്ക് ത്രെഡാണ്. അതുപോലെ ഇതൊക്കെ പേൾ തന്നെയാണ്, വൈറ്റ് പേള്. ഇത് ട്യൂബ് ബീഡ്സ് ആണ് കേട്ടോ, ബ്ലാക്ക് കളറിൽ. പിന്നെ ഞാനിത് ഇപ്പോൾ വാങ്ങിച്ചതാണ്, എല്ലാ കളറിലുള്ള ബീഡ്സ്. ഇതാണ് കേട്ടോ ജെറി ത്രെഡാണത്. പിന്നെ ഞാൻ ഇതൊക്കെ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്
വാങ്ങിച്ചതാണിത്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണാണിത്. അതിൽ വെച്ച് കൊടുക്കുന്ന ഗ്ലൂ ആണത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുക. ബാക്ക് സൈഡിൽ അതിനൊരു ഹോളുണ്ട്, അതിൽ വെച്ച് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് കറണ്ടിന് കുത്തിക്കഴിഞ്ഞാൽ അത് ഫ്രണ്ടിൽ കൂടി ചൂടായിട്ട് ഗമ്മ് വരും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2 വേറെ ടൈപ്പ് ഗമ്മുകളാണ്. ഇത് നമ്മൾ മുന്നേ കണ്ടു. പിന്നെ ഇത് റിബണ്. ഇത് വൈറ്റ് പേൾ കൊണ്ടുള്ള ഒരു മാലയാണ്, കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത്. ഇതാണ് ഗോൾഡൻ കളർ ബീഡ്സ്. അതിങ്ങനെ ഒരു മാല പോലെയാണ് ഇട്ട് കിട്ടുക. പിന്നെ അത് അതിൻ്റെ വലിയ സൈസിലുള്ളത്, പിന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ സൈസിലുള്ളതാണിത്. അപ്പോൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഞാൻ കയ്യിൽ സ്റ്റോക്ക് വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ ആങ്കർ ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ബോക്സാണിത്. ഇതൊരു ഡേറ്റ്സിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഗൺ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കിയതാണ് ഞാൻ. ഇതിപ്പോൾ എനിക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലിലുള്ള ബെൽ ബട്ടൺ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.